ഹായ്, എല്ലാവർക്കും നമസ്കാരം. എ+ ലേണിംഗിലേക്ക് എല്ലാ പി എസ് സിയുടെ ഉദ്യോഗാർത്ഥികളെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് PSC 4-5 തവണ ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ അത് ഡിസ്കസ് ചെയ്യാം. അത് ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സുകളും നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. നോക്കാം. ചോദ്യം ഇതാണ്: ഏത് നാട്ടുരാജ്യത്തിലെ അർദ്ധ സൈനിക വിഭാഗമായിരുന്നു റസാക്കർമാർ? ഏത് നാട്ടുരാജ്യത്തിലെ അർദ്ധ സൈനിക വിഭാഗമായിരുന്നു റസാക്കർമാർ? കമന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കമന്റ് ചെയ്യുക. എ. തിരുവിതാംകൂർ, ബി. മൈസൂർ, സി. ഹൈദരാബാദ്, ഡി. ജുനഗഡ്. ഇതാണ് 4 ഓപ്ഷൻസ്. ഇതിൽ ഏതോ ഒന്ന് ശരിയാണ്. പറ്റുമെന്നുള്ളവർ, അറിയാമെന്നുള്ളവർ കമന്റ് ചെയ്യുക. തിരുവിതാംകൂർ അല്ല. റസാക്കർമാർ എന്ന് പറയുന്ന അർദ്ധ സൈനിക വിഭാഗം തിരുവിതാംകൂറിലില്ലായിരുന്നു. മൈസൂറിലും അങ്ങനത്തെ ഒരു വിഭാഗമില്ലായിരുന്നു. ജുനഗഡിലും അങ്ങനെ ഒരു അർദ്ധ സൈനിക വിഭാഗമില്ലായിരുന്നു. അപ്പൊ നമ്മുടെ ആൻസർ ഹൈദരാബാദാണ്. ഇത് ഒത്തിരി തവണ നമ്മുടെ PSC പരീക്ഷകൾക്ക് മാറി മാറി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കാം ഇതിനെ കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. അതായത് ആദ്യം റസാക്കർമാരെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്റ്റഡ് ഫാക്ട്സ് പറയാം. അതായത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ടതാണ് ഈ റസാക്കർമാർ എന്ന് പറയുന്നത്. അതായത് ഹൈദരാബാദ് ഭരിച്ചിരുന്ന രാജാക്കന്മാരെ പൊതുവെ നൈസാം എന്ന സ്ഥാനപ്പേരിലാണ് വിളിച്ചിരുന്നത്. നൈസാം, നിസാം എന്നും പറയാറുണ്ട്. അപ്പൊ അവരുടെ ഒരു അർദ്ധ സൈനിക വിഭാഗമാണ് ഈ റസാക്കർമാരെന്ന് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സ് നോക്കാം. ഒന്നാമത് പറയുന്നത്, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോയ സമയത്ത് ഇവിടെ എത്ര നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു? ഏകദേശം 565 നാട്ടുരാജ്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എത്രയാണ്? 565 നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോയ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകുമ്പോൾ ഇത്രയും നാട്ടുരാജ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ മുന്നിൽ 3 ഓപ്ഷൻസ് ആണ്. ഒന്നുകിൽ ഇവർക്ക് ഇന്ത്യയിൽ ലയിക്കാം, അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യണം? പാകിസ്ഥാനിലോട്ട് പോകണം, പാകിസ്ഥാനിൽ ലയിക്കണം, അല്ലെങ്കിൽ അവർക്ക് സ്വതന്ത്രമായി ഒരു രാജ്യം ഉണ്ടാക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അവർക്ക് സ്വീകരിക്കാം. ഇന്ത്യയിൽ ലയിക്കാം, പാകിസ്ഥാനിൽ ലയിക്കാം, അല്ലെങ്കിൽ സ്വതന്ത്രമായ ഒരു നിലപാടെടുത്ത് ഒരു രാജ്യമായിട്ട് നിലനിൽക്കാം. ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണ് ഇവരുടെ മുന്നിലുള്ളത്. ബഹുഭൂരിപക്ഷം നാട്ടുരാജ്യങ്ങളുടെയും ജനങ്ങളുടെയൊക്കെ ആഗ്രഹം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ലയിക്കണമെന്ന് തന്നെയാണ്. അങ്ങനെ ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ മന്ത്രിസഭ ചുമതലപ്പെടുത്തുന്നു നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് അനക്സ് ചെയ്യുന്നതിന് വേണ്ടി. അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു മലയാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് VP മേനോൻ. VP മേനോൻ. ഇതൊക്കെ മിക്കവാറും പേർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ VP മേനോനും സർദാർ വല്ലഭായ് പട്ടേലും കൂടെ നാട്ടുരാജ്യങ്ങളെ ലയിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ലയന കരാർ ഉണ്ടാക്കുന്നു. എന്തുണ്ടാക്കുന്നു? ലയന കരാർ ഉണ്ടാക്കുന്നു. അതിന് ഇംഗ്ലീഷിൽ ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ എന്ന് പറയും, ലയന കരാർ. അപ്പോൾ ഈ ലയന കരാറിന്റെ അടിസ്ഥാനത്തിൽ ബഹുഭൂരിപക്ഷം നാട്ടുരാജ്യങ്ങളും ഇന്ത്യയിൽ ലയിക്കുകയാണ്. ചിലരൊക്കെ മാറി നിന്നു, അവരെയൊക്കെ ചില ഡിസ്കഷനിലൂടെയൊക്കെ ലയിപ്പിച്ചു. തിരുവിതാംകൂറൊക്കെ ആദ്യം പറഞ്ഞത് സ്വന്തമായിട്ട് രാജ്യം വേണമെന്നാണ്, അവർക്ക് ഇന്ത്യയിൽ ലയിക്കാൻ താല്പര്യമില്ല, പക്ഷെ ലയിച്ചു. ഇനി എന്തൊക്കെ പറഞ്ഞിട്ടും ലയിക്കാൻ കൂട്ടാക്കാത്ത 3 നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അവര് ഒന്നാമത്തത് ജുനഗഡ് എന്ന് പറയുന്ന നാട്ടുരാജ്യമാണ്, ജുനഗഡ്. രണ്ടാമത്തത് ഹൈദരാബാദാണ്, ഹൈദരാബാദ്. മൂന്നാമത്തത് കാശ്മീർ. ഈ 3 നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ കൂട്ടാക്കിയില്ല. ബാക്കി ബഹുഭൂരിപക്ഷം നാട്ടുരാജ്യങ്ങളും എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യയിൽ ലയിപ്പിച്ചു. അപ്പോൾ അത് നമുക്ക് ജുനാഗഡിനെ എടുക്കാം.
ജുനഗഡിലെ ജനങ്ങൾക്ക് തങ്ങളുടെ നാട്ടുരാജ്യത്തെ ഇന്ത്യയിൽ ലയിപ്പിക്കണം എന്നതാണ് ആഗ്രഹം. അതിനു വേണ്ടി അവര് അവിടെ ചില പോരാട്ടങ്ങളൊക്കെ നടത്തി. ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടി നടന്ന പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സമൽ ദാസ് ഗാന്ധി എന്നാണ്. എന്താണ് പേര്? സമൽ ദാസ് ഗാന്ധി. ഒന്നുകൂടെ പറയാം. ജുനഗഡിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ജനകീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര്? സമൽ ദാസ് ഗാന്ധി. അപ്പോ ഇന്ത്യ ഗവൺമെന്റ് ജുനഗഡില് ഒരു ജനഹിത പരിശോധന നടത്തുന്നു. ജനഹിത പരിശോധന. ഇന്ത്യ ഗവൺമെന്റ് ജുനഗഡില് ഒരു ജനഹിത പരിശോധന നടത്തുന്നു. ആ ജനഹിത പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഒന്നടങ്കം എന്ത് ചെയ്യുന്നറിയാമോ? തങ്ങളുടെ രാജ്യത്തെ ജുനഗഡിനെ ഇന്ത്യയിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? വോട്ട് ചെയ്തു. അങ്ങനെ 1948 ഏതാണ്ട് ഫെബ്രുവരിയൊക്കെ ആവുമ്പോൾ ജുനഗഡിനെ ഇന്ത്യയിൽ ലയിപ്പിക്കുകയാണ്. ഏത് വർഷം ലയിപ്പിച്ചു? 1948 ജുനഗഡ് ഇന്ത്യയിൽ ലയിക്കുന്നത്. മറക്കണ്ട. ഇവിടെ 2-3 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ജനഹിത പരിശോധനയിലൂടെ അല്ലെങ്കിൽ റഫറണ്ടത്തിലൂടെ ഇന്ത്യയിൽ ലയിപ്പിച്ച നാട്ടുരാജ്യം ജുനഗഡ്. ജുനഗഡിനെ ഇന്ത്യയിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ജനകീയ പോരാട്ടത്തെ നയിച്ച നേതാവിൻ്റെ പേര് സമൽ ദാസ് ഗാന്ധിയാണ്. അങ്ങനെ ജുനഗഡ് ഇന്ത്യയിൽ ലയിച്ചു. അടുത്ത് 1947 ആയപ്പോഴേക്കും ഹൈദരാബാദിലെ നൈസാം എന്ന് പറയുന്ന വ്യക്തി, ഹൈദരാബാദിലെ നൈസാം ഇന്ത്യ ഗവൺമെന്റുമായിട്ട് ഒരു തൽസ്ഥിതി കരാറിൽ ഒപ്പുവയ്ക്കുന്നു. തൽസ്ഥിതി കരാർ, ഇത് നവംബർ മാസത്തിലാണ് കേട്ടോ. തൽസ്ഥിതി കരാറിൽ ഒപ്പുവയ്ക്കുന്നു. തൽസ്ഥിതി കരാർ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് 1 വർഷത്തെ സാവകാശം തരണം. 1 വർഷം ഞങ്ങൾ ഒരിടത്ത് ലയിക്കുന്നില്ല, രാജ്യം ഉണ്ടാക്കുന്നില്ല. അങ്ങനെ 1 വർഷത്തെ സാവകാശം അതിനു വേണ്ടിയാണ് തൽസ്ഥിതി കരാറിൽ ഒപ്പിടുന്നത്. ഇന്ത്യ ഗവൺമെന്റ് സമ്മതിക്കുന്നു. അപ്പോൾ തൽസ്ഥിതി കരാറിൽ ഒപ്പിട്ടത് ആരുമായിട്ടാണ്? ഹൈദരാബാദുമായിട്ടാണ്. പക്ഷേ അവിടെ ഒരു ചതി ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഹൈദരാബാദിലെ നൈസാമിന് ഒരു കാരണവശാലും തൻ്റെ രാജ്യത്തെ ഇന്ത്യയിൽ ലയിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കള്ളത്തിലാണ് ഈ തൽസ്ഥിതി കരാർ എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ നീട്ടിക്കൊണ്ടു പോകാമല്ലോ ഒപ്പിട്ടത്. ഇതിനെതിരെ ഹൈദരാബാദിലെ ജനങ്ങൾക്കറിയാം ഈ നൈസാമിൻ്റെ സ്വഭാവം എന്താണെന്ന്. ജനങ്ങൾ എന്ത് ചെയ്തു? ഹൈദരാബാദിനെ ഇന്ത്യയിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്നു. ഈ ജനകീയ പോരാട്ടങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി റസാക്കർമാർ എന്ന് പറയുന്ന അല്ലേ, ഈ റസാക്കർമാർ എന്ന് പറയുന്ന അർദ്ധ സൈനിക വിഭാഗത്തെ ആരിറക്കുന്നു? നമ്മുടെ നൈസാം ഇറക്കുകയാണ്. അതായത് ജനങ്ങളുടെ പോരാട്ടത്തെ അടിച്ചമർത്തുക. മനസ്സിലായല്ലോ നൈസാമിന്റെ സ്വഭാവം. ജനങ്ങളുടെ ആവശ്യം എന്താണ്? അവരുടെ രാജ്യത്തെ ഈ ഹൈദരാബാദിനെ ഇന്ത്യയിൽ ലയിപ്പിക്കണം. അതിനുവേണ്ടി പോരാട്ടം നടത്തുകയാണ് അവർ. കാരണം തൽസ്ഥിതി കരാർ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകണം, ഇതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ അവരെ അടിച്ചമർത്താൻ വേണ്ടിയാണ് റസാക്കർമാർ എന്ന് പറയുന്ന അർദ്ധ സൈനിക വിഭാഗത്തെ ചുമതലപ്പെടുത്തുന്നത്. അങ്ങനെ ഈ തക്കം നോക്കി അവിടെ പോരാട്ടം നടക്കുകയാണ് ഹൈദരാബാദിൽ. ഈ തക്കം നോക്കി ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? അവിടേക്ക് ആരെ അയക്കുന്നു? സൈനികരെ അയക്കുകയാണ്. പട്ടാളത്തെ ഇറക്കുന്നു ഹൈദരാബാദിൽ. അങ്ങനെ സൈനിക പോരാട്ടത്തിലൂടെ ഹൈദരാബാദിനെ എന്ത് ചെയ്യുകയാണ്? ഇന്ത്യയിൽ ലയിപ്പിക്കുകയാണ്. സൈനിക പോരാട്ടത്തിന്റെ പേരാണ് ഓപ്പറേഷൻ പോളോ. അപ്പൊ ഹൈദരാബാദിനെ ഇന്ത്യയിൽ ലയിപ്പിച്ച സൈനിക ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ പോളോ. അതിന്റെ അടിസ്ഥാനത്തിൽ 1948 സെപ്റ്റംബർ മാസത്തിൽ ഹൈദരാബാദിനെ ഇന്ത്യയിൽ ലയിപ്പിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്നു ഹൈദരാബാദ്. ആ ഹൈദരാബാദിനെയും ഇന്ത്യയിൽ ലയിപ്പിക്കുകയാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഹൈദരാബാദുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ ഗവൺമെന്റുമായി തൽസ്ഥിതി കരാറിൽ ഒപ്പിട്ട രാജ്യം ഹൈദരാബാദിനെ ഇന്ത്യയിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടി
ജനകീയ പോരാട്ടങ്ങൾ നടത്തിയപ്പോൾ അതിനെ അടിച്ചമർത്താൻ വേണ്ടി നൈസാം നിയോഗിച്ച അർദ്ധ സൈനിക വിഭാഗത്തിന്റെ പേര് റസാക്കർമാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യം എന്നറിയപ്പെടുന്നത് ഏതാണ്? പറയപ്പെടുന്നത് ഏതാണ്? ഹൈദരാബാദ്. ഹൈദരാബാദിനെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി, ഇന്ത്യയിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സേന ഹൈദരാബാദിൽ നടത്തിയ സൈനിക ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ പോളോ. ഓപ്പറേഷൻ പോളോയുടെ അടിസ്ഥാനത്തിൽ എപ്പോഴാണ് ഹൈദരാബാദിനെ ഇന്ത്യയിൽ ലയിപ്പിക്കുന്നത്? 1948 സെപ്റ്റംബർ മാസത്തിൽ. സെറ്റല്ലേ? അതുമായി ഇനി നമുക്ക് ലയിപ്പിക്കാനുള്ളത് കാശ്മീരാണ്. അങ്ങനെ ജമ്മു കാശ്മീർ ഈ സമയത്ത് ഇന്ത്യയിൽ ലയിക്കാൻ ചർച്ചകളൊക്കെ നടത്തി ഇന്ത്യയിൽ ലയിക്കാൻ സമ്മതിച്ചു. അങ്ങനെ 1948 ഒക്ടോബർ മാസം 26 ലയന കരാറിൽ കാശ്മീരിലെ രാജാവ് ഒപ്പിടുന്നു. അങ്ങനെ കാശ്മീരും ഇന്ത്യയിൽ ലയിക്കുന്നു. അപ്പൊ കാശ്മീർ ഇന്ത്യയിൽ ലയിച്ചത് എപ്പോഴാണ്? 1948 ഒക്ടോബർ 26. കാശ്മീരിനെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് വേണ്ടി ലയന കരാറിൽ ഒപ്പിട്ട കാശ്മീർ രാജാവ് രാജാ ഹരി സിംഗ് ആണ്. എന്താ പേര്? രാജാ ഹരി സിംഗ്. രാജാ ഹരി സിംഗ്. അപ്പോ ലയിക്കില്ല എന്ന് പറഞ്ഞ 3 നാട്ടുരാജ്യങ്ങളെയും എവിടെ ലയിപ്പിച്ചിരിക്കുകയാണ്? നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ആരെയൊക്കെ? ജുനാഗഡിനെ ലയിപ്പിക്കുന്നു, ഹൈദരാബാദിനെ ലയിപ്പിക്കുന്നു, കാശ്മീരിനെ ലയിപ്പിക്കുന്നു. കാശ്മീരിന്റെ കണക്റ്റഡ് ഫാക്ട്സ് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഈ ലയന കരാറിൽ ഒപ്പുവെച്ച കാശ്മീരിലെ രാജാവിന്റെ പേരെന്താണ്? ലയന കരാറിൽ ഒപ്പുവെച്ച കാശ്മീരിലെ രാജാവ് ആരാണ്? രാജാ ഹരി സിംഗ്. അതിന്റെ അടിസ്ഥാനത്തിൽ കാശ്മീരിനെ ഇന്ത്യയിൽ ലയിപ്പിച്ച വർഷം എപ്പോഴാണ്? 1948 ഒക്ടോബർ മാസം 26. അങ്ങനെ ജുനാഗഡിനെയും ഹൈദരാബാദിനെയും കാശ്മീരിനെയും എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇന്ത്യയിൽ ലയിപ്പിക്കുകയാണ്. അടുത്ത് നോക്കിക്കൊള്ളൂ. വി.പി. മേനോനെ കുറിച്ച്. മലയാളിയാണ്, നല്ല എഴുത്തുകാരനാണ്. അപ്പൊ വി.പി. മേനോൻ രചിച്ച ഒരു പുസ്തകമുണ്ട്, 1-2 പുസ്തകങ്ങളുണ്ട്. ഒന്നാമത്തെ പുസ്തകത്തിന്റെ പേര് ഇതാണ്, ദ സ്റ്റോറി ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. വി.പി. മേനോൻ രചിച്ച ഒരു പുസ്തകത്തിന്റെ പേര് ദ സ്റ്റോറി ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നാണ് ഒരു പുസ്തകത്തിന്റെ പേര്. ദ സ്റ്റോറി ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. രണ്ടാമത്തെ പുസ്തകം ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നാണ്. എന്താണ് രണ്ടാമത്തെ പുസ്തകത്തിന്റെ പേര്? ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. അപ്പോ വി.പി. മേനോന്റെ പ്രസിദ്ധമായ 2 പുസ്തകങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ ഏതോ ഒരെണ്ണം ചോദിച്ചിട്ടുമുണ്ട്. ഒന്നാമത്തെ പുസ്തകം ഏതാണ്? ദ സ്റ്റോറി ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. രണ്ടാമത്തത് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ഒന്നുകൂടെ, ദ സ്റ്റോറി ഓഫ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. 2 ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ക്ലിയർ ആയല്ലോ? സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയണ്ടേ? സർദാർ വല്ലഭായ് പട്ടേലിനെ വിശേഷിപ്പിക്കുന്നത് അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധി. ലോകത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ബിസ്മാർക്ക്. ലോകത്തിന്റെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന മാർഗരറ്റ് താച്ചറിനെയാണ്. അപ്പൊ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനും ഇന്ത്യയുടെ ഉരുക്കു വനിതയും. ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ, ഉരുക്കു വനിത ഇന്ദിരാഗാന്ധി. തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള തീവ്രത, തീരുമാനം എടുക്കുന്നതിന്റെ സ്പീഡ്, ഇതൊക്കെയാണ് ഇവരെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ സർദാർ എന്ന് പറയുന്ന ഒരു പദവി അദ്ദേഹത്തിന് ആദ്യമായിട്ട് ചാർത്തി കൊടുത്തത് ആരാണ്? അത് നമ്മുടെ ഗാന്ധിയാണ്, അല്ലെ? മഹാത്മാഗാന്ധിയാണ് ഇദ്ദേഹത്തെ ആദ്യമായിട്ട് സർദാർ എന്ന് വിശേഷിപ്പിച്ചത്, അല്ലെ? ഒരു സമരം അദ്ദേഹം നടത്തി വിജയിപ്പിച്ചത് കൊണ്ടാണ് ബർദോളി സത്യാഗ്രഹം എന്ന് പറയും. അതായത് ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടം, നികുതി നിഷേധ സമരം, അതിനെ ഏറ്റെടുത്ത് അദ്ദേഹം വിജയിപ്പിക്കുകയും ആ സമരം വിജയിപ്പിച്ചത് കൊണ്ട് ഗാന്ധിജി അദ്ദേഹത്തെ എന്താണ്? സർദാർ എന്ന് വിശേഷിപ്പിച്ചു. സർദാർ എന്ന വാക്കിന്റെ അർത്ഥം നേതാവ് എന്നാണ്. ഇനി അദ്ദേഹത്തിന്റെ മരണശേഷം
1991 രാജ്യം അദ്ദേഹത്തിന് ഭാരതരത്ന നൽകി എന്ത് ചെയ്തു? ആദരിച്ചു. മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുത്തത് 1991 എന്നും കൂടെ ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ഇനി ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം ഒക്ടോബർ മാസം 31 ഈ ഒക്ടോബർ 31 ഇന്ത്യ ഏകതാ ദിനമായിട്ടാണ്, അല്ലെ, യൂണിറ്റി, നാഷണൽ യൂണിറ്റി ഡേ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ആചരിക്കുന്നത്. ഒക്ടോബർ 31 ഏകതാ ദിനം. ഇദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ ഏറ്റവും ടാളായിട്ടുള്ള, ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രതിമ നിർമ്മിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ, അല്ലെ. എന്താണ് അതിൻ്റെ പേര്? സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അല്ല, അത് വേറെ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പ്രതിമ നിർമ്മിച്ചതും ഇദ്ദേഹത്തിന് വേണ്ടിയാണ്. ആരുടെ? നമ്മുടെ സർദാർ വല്ലഭ്ഭായ് പട്ടേലിന് വേണ്ടി. അപ്പോൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സുകളെല്ലാം നമ്മൾ പറഞ്ഞു. പരമാവധി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതുപോലെ വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വരാം. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയെങ്കിൽ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ആൾ ദി ബെസ്റ്റ്.